നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരവസ്ഥയുമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്നാൽ ദൈവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്രായേൽ ജനതയെ ഓൾമോസ്റ്റ് ഇനിയും ഇവരുടെ കൂടെ നടക്കുന്നില്ല എന്ന് തീരുമാനിച്ച കാര്യം, അവരുടെ കൂടെ നടക്കാൻ അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി. എന്നാൽ നീ കാളക്കുട്ടിയെ കൊണ്ടങ്ങ് പോക്കോ എന്ന് പറയുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ മോശ കയറി നിന്ന് ഇടയിൽ നിന്ന് ശരിക്കും മോശയുടെ ഇൻ്റർസെഷനാണ്, മോശയുടെ മധ്യസ്ഥത അണച്ചതാണ് അവർക്ക് ശരിക്കും ഒരു വിമോചനം, ദൈവം ഒന്ന് മയപ്പെട്ടത് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ കർത്താവ് മോശയോട് സംസാരിക്കുമ്പോൾ മോശയോട് പറയുന്ന കാര്യം 33-ാം അധ്യായത്തിൽ, അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീയും മിസ്രയീം ദേശത്ത് നിന്ന് നീ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് നിൻ്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുവിൻ. ഞാനൊരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. കനാന്യർ, അമോര്യർ, ഹിത്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസിയർ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും. വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിൻ്റെ നടുവിൽ നടക്കയില്ല. നീ ദുശാഠ്യമുള്ള ഒരു ജനം ആകുന്നു. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വാക്യമായത്. മോശയോട് ദൈവം പറയുന്നത് കേട്ടാൽ നമുക്ക് ശരിക്കും സങ്കടം തോന്നും. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, മോശയോട് ദൈവം പറയുന്നത്, നീയും മിസ്രയീം ദേശത്ത് നിന്ന് നീ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ടു. ശരിക്കും കർത്താവ് നേരത്തെ പറഞ്ഞ എന്താണ്? എൻ്റെ ജനത്തിൻ്റെ കരച്ചിൽ ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു, അവരെ വീണ്ടെടുക്കുവാനായിട്ട് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോശയാണോ ഈ ജനത്തെ വിടുവിച്ചുകൊണ്ട് വന്നത്? ആണോ? അല്ല. ഇറ്റ് ഈസ് ഗാഡ്, ഇറ്റ് ഈസ് യഹോവയാണ് ഈ ജനത്തെ കൊണ്ടുവന്നത്. പക്ഷേ അവർക്ക് യഹോവയെ വേണ്ട എന്ന് പറഞ്ഞ് അവർ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയപ്പോൾ യഹോവ പറഞ്ഞു, നീ കൊണ്ടുവന്ന നിൻ്റെ ജനം. ചിലപ്പോൾ കർത്താവ് നമ്മളോടൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് തമാശ തോന്നും, അല്ലെങ്കിൽ വല്ലാതെ വെടിത്ത് തോന്നും. നീ കൊണ്ടുവന്ന നിൻ്റെ മിസ്രയീം ദേശത്ത് നിന്ന് നീ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് നിൻ്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുവിൻ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറയുന്നത്, എടാ നീയൊക്കെ എന്തിനായി മുന്നോട്ട് പോകുന്നത്? നിനക്ക് പാലും തേനും ഒഴുകുന്ന ദേശം വേണമെന്നല്ല നീ പറയുന്നത്. അത് ഞാൻ നിൻ്റെ സന്തതിക്ക് കൊടുക്കാമെന്ന് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നിനക്ക് തന്നേക്കാം. നീ എന്നെ വേണ്ട എന്ന് പറഞ്ഞ് കാളക്കുട്ടിയെ ഉണ്ടാക്കി. വേണ്ട, എന്നെ വേണ്ട, എനിക്ക് വേണ്ട, നീ പോ. ഞാൻ നിനക്ക് നിൻ്റെ ദേശം, നിന്നോട് പറഞ്ഞ കാര്യം അങ്ങ് തന്നേക്കാം. ഭൗമിക നന്മകളെല്ലാം ഞാൻ നിനക്കങ്ങ് തന്നേക്കാം. തരത്തില്ലെന്നല്ല പറഞ്ഞത്. എന്നെ ഉപേക്ഷിച്ചത് കൊണ്ട് ഞാൻ നിനക്കൊന്നും തരത്തില്ലെന്നല്ല പറഞ്ഞത്. എന്നെ ഉപേക്ഷിച്ചെങ്കിലും നിൻ്റെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദത്തം ചെയ്ത ഈ ദേശം ഞാൻ നിനക്ക് തന്നേക്കാം. ആ ദേശത്തേക്ക് നീ കൊണ്ടുപോകാം. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുവിൻ. ഞാനൊരു ദൂതനെ നിനക്ക് മുമ്പായിട്ട് അയക്കാം. നീ അവിടെ ചെന്ന് കഴിഞ്ഞ് വഴക്കൊന്നും ഉണ്ടാക്കേണ്ട, യുദ്ധമൊന്നും ചെയ്യേണ്ട. ഒരു ദൂതനെ അയക്കാം. കനാന്യർ, അമോര്യർ, ഹിത്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസിയർ എന്നിവരെ ഞാൻ ഓടിച്ചു കളയാം. ഓക്കെ, എല്ലാം ഞാൻ ചെയ്തോളാം. ഭൗമികമായ മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പക്ഷേ ഞാൻ നിന്നെ വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിൻ്റെ നടുവിൽ നടക്കയില്ല. നീ ദുശാഠ്യമുള്ള ഒരു ജനം ആകുന്നു. കർത്താവ് പറഞ്ഞത് എന്താ? നിങ്ങളിത് വായിച്ചിട്ടുണ്ടാവുമല്ലോ, പക്ഷെ വായിച്ചാലത് ഗ്രഹിക്കണം. അവിടെ കർത്താവ് പറയുന്നത്, എല്ലാ ഭൗമിക നന്മകളും ഞാൻ നിനക്ക് തന്നേക്കാം, പക്ഷേ ഞാൻ നിൻ്റെ കൂടെ നടക്കത്തില്ല. നമ്മളാണ് എന്തോ പറഞ്ഞേനെ, ദൈവം എന്ത് കരുണയുള്ളവനാ. കർത്താവ് നമ്മൾ ഇത്രയും തോന്നിയാസം എല്ലാം കാണിച്ചിട്ടും കാളക്കുട്ടിയെ വാർത്ത ഉണ്ടാക്കിയിട്ടും അവൻ പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന ദേശം നിനക്ക് തന്നേക്കാമെന്ന്. യുദ്ധവും ചെയ്യണ്ട. കനാന്യരെയും ഹിവ്യരെയും പെരിസ്യരെയും എല്ലാം അവൻ ദൂതനെ അയച്ച് ഓടിച്ചു കളയാമെന്ന് പറഞ്ഞു. കർത്താവ് വരത്തില്ലെന്ന് പറഞ്ഞതുള്ളതേ എല്ലാം ഉള്ളൂ. പക്ഷേ കർത്താവ് വന്നില്ലെങ്കിലും ദൂതനുണ്ടല്ലോ, ദൂതൻ്റെ കാവലുണ്ടല്ലോ, ദൂതൻ എനിക്ക് വേണ്ടി പോരാടുമല്ലോ. കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം എന്ന് വേണമെങ്കിൽ നമ്മൾ പറയും.
അതൊക്കെയല്ലേ നമ്മൾ പറയുന്നത്. നമുക്ക് ഈ ഭൗമിക നന്മ മതിയല്ലോ. കർത്താവ് പറഞ്ഞു, നിനക്ക് തന്നേക്കാമടാ, നീ ചോദിച്ചതെല്ലാം നിനക്ക് തന്നേക്കാം. നിനക്ക് കാശ് വേണോ കാശ് തരാം, നിനക്ക് ജോലി വേണോ ജോലി തരാം, നിനക്ക് കാറ് വേണോ കാറ് തരാം, നിനക്ക് വീട് വേണോ വീട് തരാം, പക്ഷെ ഞാൻ നിൻ്റെ കൂടെ നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും കർത്താവ് നടന്നില്ലെങ്കിലും സാരമില്ല, ഇതെല്ലാം കർത്താവ് തരാമെന്ന് പറഞ്ഞല്ലോ. വാഗ്ദത്തം കർത്താവ് വാഗ്ദത്തം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തം നിർവഹിക്കുമല്ലോ. പക്ഷേ ഈ ദുശാഠ്യമുള്ള ഇസ്രായേൽ ജനം നമ്മളെക്കാൾ ആത്മീകരായിരുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത വാക്യം എന്താണെന്ന് പറയാമോ? ഞാൻ നിൻ്റെ മധ്യത്തിൽ നടക്കയില്ലെന്ന് ദുശാഠ്യമുള്ള ജനമാണെന്ന് പറഞ്ഞപ്പോൾ 4-ാമത്തെ വാക്യത്തിൽ ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു. ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു. ഇത് ദോഷകരമായ വചനമാണെന്ന് അവർക്ക് മനസ്സിലാക്കി. ഈ ഇസ്രായേൽ മക്കൾ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയ, എല്ലാവരും കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കാൻ പോയില്ല, ലേവ്യരൊക്കെ മാറി നിന്നു, അതൊക്കെ വേറെ കാര്യം. ഏത് സമൂഹം വഴിതെറ്റിപ്പോയാലും അതിനിടയിലും ഒരു ശേഷിപ്പ് എപ്പോഴും ഉണ്ടായിരിക്കും. ഇസ്രായേൽ മക്കളെല്ലാം കാളക്കുട്ടിയുടെ പുറകെ പോയപ്പോഴും യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലേവ്യർ മാറി നിന്നു. ഇന്നും എല്ലാവരും ലോകത്തിൻ്റെ പിന്നാലെ പോയാലും ലോകത്തിൻ്റെ പിന്നാലെ പോകാത്ത ഒരു കൂട്ടം നമ്മുടെ ഇടയിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇവിടെ അവർ മാത്രമല്ല, ജനമെല്ലാം പറയാണ് കർത്താവ് നമ്മുടെ കൂടെ വരത്തില്ലെങ്കിൽ നമുക്ക് ഈ കനാൻ നാട് കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. കർത്താവ് നമ്മുടെ കൂടെ വന്നില്ലെങ്കിൽ നമുക്ക് ഈ ഇതിനകത്ത് ഒരു കാര്യവുമില്ല. ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു, ആരും തൻ്റെ ആഭരണം ധരിച്ചതുമില്ല. അവിടെ ഈ ആഭരണം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഈ മിസ്രൈമിൽ നിന്നാണല്ലോ ഇവർ ഇത് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. മിസ്രൈമിൽ നിന്ന് ആഭരണം വായ്പ വാങ്ങിയതൊക്കെയാണല്ലോ. അതിനകത്തെല്ലാം മിസ്രൈമ്യ ദൈവങ്ങളുടെ കാളക്കുട്ടിയുടെയും മറ്റും രൂപം കൊത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞു ഇനി ഇത് ഞങ്ങൾ ധരിക്കത്തില്ല, കാര്യം ഇത് വിഗ്രഹമാണ്. അങ്ങനെ അവരത് പിന്നെ അവർ ആഭരണം ധരിച്ചതുമില്ല. നിങ്ങളെല്ലാവരും നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു. ഞാൻ ഒരു നിമിഷ നേരം നിൻ്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും. അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യണമെന്ന് അറിയേണ്ടതിന് നീ നിൻ്റെ ആഭരണം നീക്കിക്കളക എന്ന് ഇസ്രായേൽ മക്കളോട് പറയുക എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു. അവർ എല്ലാ മിസ്രൈമ്യം വിഗ്രഹങ്ങളെയും അവർ തച്ചുടച്ച് കളഞ്ഞു, അല്ലെങ്കിൽ അത് അവർ മാറ്റിക്കളഞ്ഞു. മിസ്രൈമ്യ വിഗ്രഹങ്ങളെ അവർ മാറ്റിക്കളഞ്ഞു. കാര്യം ഞങ്ങൾക്ക് യഹോവ മതി, ഞങ്ങൾക്ക് മറ്റൊരു വിഗ്രഹം വേണ്ട എന്നവർ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞ മനസ്സിലായോ പ്രിയമുള്ളവരെ? അങ്ങനെ മോശ എന്ത് ചെയ്യുന്നു? 7-ാമത്തെ വാക്യത്തിൽ മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്തടിച്ചു, അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. മോശ ഒരു കൂടാരമെടുത്തിട്ട് അതെവിടെ അടിക്കുന്നത്? പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്തടിച്ചു. യുസി കാരണം എന്താണെന്നറിയാമോ? പാളയത്തിനകത്ത് പാപമാണ്. ആ പാപത്തിൻ്റെ പാളയത്തിലേക്ക് ദൈവം ഇറങ്ങി വരുന്നില്ല. അതുകൊണ്ട് പാളയത്തിൽ നിന്ന്, പാപത്തിൻ്റെ പാളയത്തിൽ നിന്നൊരു വേർപാട് മോശ തീരുമാനിച്ചു. ശരിക്കും പാപത്തിൻ്റെ പാളയത്തിൽ നിന്നുള്ളൊരു വേർപാട് നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ വേർപെട്ട് ആ കൂടാരമെടുത്ത് പാളയത്തിൽ നിന്ന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്തടിച്ചു. അതിനെന്താ പേരിട്ടത്? സമാഗമന കൂടാരം, ടെൻ്റ് ഓഫ് മീറ്റിംഗ്, സമാഗമന കൂടാരം. മലയാളത്തിലെ വാക്ക് വളരെ നല്ല വാക്കാണ്. സമാഗമന കൂടാരം എന്ന് പറഞ്ഞാൽ എന്താ? സമമായി ആഗമിച്ചെത്തുന്ന കൂടാരം എന്നാണ് അർത്ഥം. സമമായി ആഗമിച്ചെത്തുക. എന്താ അതിൻ്റെ അർത്ഥം? യഹോവയെ അന്വേഷിക്കുന്നവൻ. ആരവിടെ പോകുന്നതെന്ന് എഴുതിയിരിക്കുന്നത്? യഹോവയെ അന്വേഷിക്കുന്നവനൊക്കെയും, ഇല്ലേ? യഹോവയെ അന്വേഷിക്കുന്നവരൊക്കെയും പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. യഹോവയെ അന്വേഷിക്കുന്നവൻ അവൻ്റെ കൂടാരത്തിൽ നിന്ന് ഇറങ്ങുന്നു, ദൈവം അവൻ്റെ കൂടാരത്തിൽ നിന്ന് ഇറങ്ങുന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും സമമായി ആഗമിച്ചെത്തുന്ന സ്ഥലമാണ് സമാഗമന കൂടാരം. പാളയത്തിലെ അശുദ്ധിയെ വിട്ട് ദൈവത്തെ അന്വേഷിച്ച്
നിങ്ങൾ ഇറങ്ങുമ്പോൾ സ്വർഗത്തിലെ തൻ്റെ കൂടാരം വിട്ട് ദൈവം ഇറങ്ങി വരും. നിങ്ങൾ സമമായി ആഗമിച്ചെത്തുന്ന കൂടാരം, അതാണ് പ്രാർത്ഥനാലയം എന്ന് പറയുന്നത്. യഹോവയെ അന്വേഷിക്കുന്നതിനെല്ലാം അവർ ഒരുമിച്ച് കൂടും. എന്നിട്ട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ 11 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ഒരുവൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ. ശരിക്കും പ്രാർത്ഥന അങ്ങനെയാണ്. ഒരുവൻ സ്നേഹിതനോട് സംസാരിക്കുമ്പോൾ അവൻ ഒരാൾ മാത്രമാണോ സംസാരിക്കുന്നത്? അല്ല, രണ്ടുപേരും അന്യോന്യം സംസാരിക്കും. ഇതുപോലെ നമ്മുടെ പ്രാർത്ഥനാവേളയിൽ നമ്മൾ ദൈവത്തോട് സംസാരിക്കണം, ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കണം. ഒരു 2 വേ കമ്മ്യൂണിക്കേഷൻ വേണം. നമ്മുടെ പ്രാർത്ഥനയിലെല്ലാം 2 വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. നമ്മൾ ദൈവത്തോട് സംസാരിക്കണം, ദൈവം സംസാരിക്കുന്നത് നമ്മൾ കേൾക്കണം. ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയിൽ ദൈവത്തോട് നമ്മൾ സംസാരിക്കുകയും ദൈവം സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുകയും വേണം. അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ പോലും ദൈവവചന പഠനം അനിവാര്യമായി വരുന്നത്. പ്രാർത്ഥനയിൽ ദൈവവചനം പഠിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ ദൈവത്തോട് സംസാരിക്കുകയും ദൈവവചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. പ്രിയമുള്ളവരെ, ദൈവശബ്ദം കേൾക്കണം. ഈ നാളുകളിൽ ദൈവശബ്ദം കേൾക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കണം. ദൈവശബ്ദം കേൾക്കണമെങ്കിൽ അശുദ്ധിയുടെ പാളയം വിട്ട് സമാഗമന കൂടാരത്തിലേക്ക് നമ്മൾ ചെല്ലണം. അശുദ്ധിയുടെ പാളയത്തിൽ കഴിയാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിലെ അശുദ്ധിയെല്ലാം മാറ്റി ഭൗമിക നന്മകളിൽ മാത്രം സന്തോഷിക്കരുത്. കർത്താവ് പറയാ, അതൊക്കെ ഞാൻ നിനക്ക് തന്നേക്കാമെന്ന്. കർത്താവിന് ഒരു പ്രയാസവും ഇല്ല. അശുദ്ധിയുടെ പാളയം വിടാത്തവന് പോലും ദൈവം എന്തു ചെയ്യും? ഭൗമിക നന്മകൾ നൽകിയെന്നിരിക്കും. ഭൗമിക നന്മകൾ കിട്ടുന്നത് നമ്മൾ വിശുദ്ധരാണെന്നതിൻ്റെ തെളിവല്ല. ഹല്ലേലൂയ. ഭൗമിക നന്മകൾ കിട്ടുന്നത് നമ്മൾ വിശുദ്ധരാണെന്നതിൻ്റെ തെളിവല്ല. വിശുദ്ധരാണെന്നതിൻ്റെ തെളിവ് എന്താണെന്നറിയാമോ? സമാഗമന കൂടാരത്തിൽ നമ്മൾ ദൈവത്തോടും ദൈവം നമ്മളോടും സംസാരിക്കുന്നതാണ് നമ്മൾ വിശുദ്ധരാണെന്നുള്ളതിൻ്റെ തെളിവ്. പാളയത്തിന് പുറത്ത്, പാളയത്തിനകത്തല്ല, പാളയത്തിന് പുറത്ത് നമ്മുടെ അശുദ്ധിയുടെ പാളയം വിട്ട് കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന സമാഗമന കൂടാരത്തിലേക്ക്. അതൊരു ഭൗമികമായ നിലയിലല്ല ഞാൻ പറയുന്നത്, നമ്മളൊരു പ്രത്യേക കൂടാരം ഉണ്ടാക്കി അവിടെ പോകണമെന്നല്ല. പക്ഷേ അശുദ്ധിയുടെ പാളയം വിട്ട് വിശുദ്ധിയിൽ ദൈവത്തെ കാണാനും ദൈവത്തോട് സംസാരിക്കാനും ദൈവം നമ്മളോട് സംസാരിക്കാനും നമുക്ക് കഴിയണം. അതാണ് അത്യാവശ്യമായിരിക്കുന്നതായ കാര്യം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഫാസ്റ്റിംഗ് പ്രെയർ അതുപോലെയുള്ള കാര്യങ്ങൾ ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. ഞാനത് തീർച്ചയായിട്ടും അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കണം. അങ്ങനെ ചെലവഴിക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ സംസാരിക്കുകയും ദൈവം നമ്മളോട് സംസാരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ അത്യാവശ്യമാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാർത്ഥനാ സമയങ്ങളിലും നമ്മൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം. കാരണം നമ്മളുടെ ഒരുക്കം മുഴുവൻ അതിനു വേണ്ടിയാണ്. ദൈവജനത്തിൻ്റെ ഒരുക്കം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയുള്ളതാണ്. കാരണം നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു, വിടുവിക്കപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ നീതീകരണം പ്രാപിച്ചു. കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞ എക്സ്ചേഞ്ച് പ്രോഗ്രാം നിങ്ങൾ ഓർമ്മയുണ്ടോ? ഈ പറയുന്നതൊക്കെ ഉണ്ടല്ലോ. എനിക്ക് പകരമായിട്ട് ഞാൻ മരിക്കേണ്ട സ്ഥാനത്താണ് യേശു മരിക്കുന്നത്. ക്രൂശിൽ യേശു എൻ്റെ പകരക്കാരനായിരുന്നു. അപ്പോൾ എൻ്റെ പാപം അവനെടുത്തു, അവൻ്റെ നീതി അവൻ എനിക്ക് തന്നു. അതാണ് നീതീകരണം. അങ്ങനെ നീതീകരിക്കപ്പെട്ടവനാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. കാരണം നീതിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ, ആ നീതിയുടെ വസ്ത്രം എൻ്റെ വസ്ത്രമല്ല, എൻ്റെ പാപത്തിൻ്റെ വസ്ത്രം യേശു എടുത്തു. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അങ്ങനെ അവൻ എനിക്ക് പകരക്കാരനായി. അതുകൊണ്ടാണ് സ്വന്തം പിതാവ് സ്വർഗത്തിലേക്ക് ക്രൂശിലേക്ക് നോക്കി, ക്രൂശിൽ കിടന്നുകൊണ്ട് സ്വന്തം പുത്രൻ വിലപിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? കർത്താവ് നോക്കിയില്ല.
എന്നറിയാമോ? കർത്താവ് നോക്കുമ്പോൾ അവിടെ കാണുന്നത് തൻ്റെ സ്വന്തം പുത്രൻ്റെ ആ വിശുദ്ധ കാര്യമല്ല. പിതാവ് നോക്കുമ്പോൾ എൻ്റെ പാപത്തിൻ്റെ വസ്ത്രം ധരിച്ച് കിടക്കുന്ന യേശുവാണ്. അതുകൊണ്ടാണ് അവന് മരിക്കാൻ തന്നെ പറ്റുന്നത്. അല്ലെങ്കിൽ അവനെ ക്രൂശിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. കാര്യം പാപം ചെയ്യുന്ന ദേഹി മാത്രമേ മരിക്കത്തുള്ളൂ. യേശുവിന് മരിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ എൻ്റെ പാപം ഏറ്റെടുത്തത് കൊണ്ടാണ് അവൻ മരിക്കാനിടയായത്. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ഒരു നിമിഷ നേരത്തേക്കേ ഉള്ളത്. പക്ഷേ ആദ്യമായിട്ടാണ് യേശു പിതാവിനെ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ. എപ്പോഴും യേശു പറഞ്ഞിരുന്നത് എന്താണ്? എൻ്റെ പിതാവ്, എൻ്റെ പിതാവ്, എൻ്റെ പിതാവ്. പക്ഷേ ക്രൂശിൽ കിടക്കുമ്പോൾ എൻ്റെ ദൈവമേ, കാരണം അവൻ എൻ്റെ പ്രതിനിധിയാണ്, എൻ്റെ പ്രതിനിധിയാണ്. എന്നാൽ അത് അധികം നേരം നീണ്ടു നിന്നില്ല. ഒടുവിൽ യേശു പറയുന്നത് എന്താണ്? പിതാവേ, ഞാൻ എൻ്റെ പ്രാണനെ തിക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. പക്ഷേ ഒരിക്കലും അവൻ പറഞ്ഞു, ഒരു പ്രാവശ്യം അവൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, കാര്യം ഞാൻ അവൻ്റെ പ്രതിനിധിയാണ്, അവൻ എൻ്റെ പ്രതിനിധിയാണ്. അങ്ങനെ കർത്താവ് എനിക്ക് പകരക്കാരനായി മരിച്ചതുകൊണ്ടാണ് ഞാൻ നീതീകരിക്കപ്പെട്ടത്. ഞാൻ നീതീകരിക്കപ്പെട്ടത് കൊണ്ട് എനിക്കിപ്പോൾ പിതാവിനോട് സമാധാനമുണ്ട്. റോമാലേഖനം 5 നമ്മൾ വായിച്ചതാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അഥവാ ദൈവവുമായിട്ട് ഞാനിപ്പം there is nothing in between me and God. ദൈവത്തോട് സമാധാനമുണ്ട്. കാരണം എൻ്റെ പാപത്തിൻ്റെ വന്മതിൽ കർത്താവ് ഉരുക്കിക്കളഞ്ഞു. അവിടെ ഇപ്പോൾ യേശു കർത്താവിൻ്റെ രക്തമാണ്. ആ യേശുവിൻ്റെ രക്തത്തിൽ കുളിച്ച് ഞാൻ കയറുമ്പോൾ ഞാൻ ശുദ്ധനായി തീർന്നു. അങ്ങനെ ശുദ്ധിയുള്ളവനായി തീരുന്നവനെയാണ് പിതാവ് കെട്ടിപ്പിടിക്കുന്നത്. പിന്നെ നമ്മൾ പിതാവിൻ്റെ കൂടെയാണ്. അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അവൻ മുഖാന്തരം നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. Now I have access towards God because of Jesus. Because Jesus died on the cross and he has put his garment of righteousness upon me. അവൻ്റെ നീതിയുടെ വസ്ത്രം എൻ്റെ മേലിട്ടതുകൊണ്ട് എനിക്ക് ആക്സസ് ഉണ്ട്. അങ്ങനെ ഞാൻ നീതീകരിക്കപ്പെട്ടു. പക്ഷേ നീതീകരിക്കപ്പെട്ട് എല്ലാം തീരുന്നില്ല. നീതീകരിക്കപ്പെട്ടവന് ഒരു ഡെസ്റ്റിനേഷനുണ്ട്. ആ ഡെസ്റ്റിനേഷൻ എന്താണ്? തേജസ്കരണമാണ്. ആ തേജസ്, അതുകൊണ്ടാണ് നമ്മൾ വായിച്ച വേദഭാഗങ്ങളിലെല്ലാം കാണുന്നത് തേജസ്സിലേക്ക്. 2 കൊരിന്ത്യർ 3-18 നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നമ്മൾ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. യേശുവിനെ പോലെയാകുന്ന അവസ്ഥ. അതാണ് ഒരുക്കം, തേജസ്സിന് വേണ്ടിയുള്ള ഒരുക്കം. ഞാൻ വീണ്ടെടുക്കപ്പെട്ടു. ഇനിയിപ്പോൾ ഞാൻ തേജസ്കരണത്തിന് വേണ്ടി ഒരുങ്ങിയാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഭൂമിയിൽ ജീവിക്കുമ്പോഴേ ഞാൻ വീണ്ടെടുക്കപ്പെട്ടു. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു? വീണ്ടെടുക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു. പക്ഷെ നീതീകരിക്കപ്പെട്ട ഞാൻ യേശുക്രിസ്തുവിൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടേണ്ടതിന് തേജസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു അവൻ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നമ്മളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. തേജസ്, ആ തേജസ്സിലേക്കുള്ള യാത്രയാണ് വിശുദ്ധീകരണത്തിൻ്റെ പാത എന്ന് പറയുന്നത്. നീതീകരണം ഒരു നിമിഷത്തിൽ സംഭവിക്കുന്നതാണ്. വിശുദ്ധീകരണം തേജസ്സിലേക്കുള്ള പാതയാണ്. എന്നാൽ തേജസ്കരണമാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ആത്യന്തികമായി നമ്മൾ ചെല്ലുന്നത് തേജസ്സിലേക്കാണ്. ആ തേജസ്സിലേക്കുള്ള യാത്ര, അതൊരു യാത്രയാണ്. ഒരു ദിവസം കൊണ്ട് നമ്മൾ അവിടെ ആകുകയല്ല. പ്രത്യുത നമ്മൾ ഓരോ നിമിഷങ്ങളിലും, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഒരു നിമിഷം കൊണ്ടല്ല ഒരു മകൻ അപ്പനെ പോലെ ആകുന്നത്. അതിന് സമയമുണ്ട്. പക്ഷെ സമയമുണ്ടെങ്കിലും അവൻ അപ്പനെ പോലെ ആകുവാൻ അവൻ വളരുകയാണ്. ഞാൻ ക്രിസ്തുയേശുവിൽ വളരുകയാണ്. ഞാനങ്ങ് ചെന്ന് കഴിഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ചെന്ന് കഴിയുന്നതല്ല, ഞാൻ വളരുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് ദുഃഖിക്കുകയും വേണ്ട. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, എനിക്ക് 18-19 വയസ്സേ ഉള്ളൂ. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരപ്പച്ചൻ, അദ്ദേഹം ഒരു കോളേജിലെ പ്രൊഫസറായിരുന്നു. ഞാൻ അപ്പച്ചാന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അന്നേ അദ്ദേഹം റിട്ടയർഡാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ,
ഞാൻ വളരെ ദുഃഖിതനാണ്. കാരണം ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയ അപ്പച്ച? യേശുവിനെ പോലെ ആയില്ലല്ലോ എന്നോർത്ത് ഞാൻ വളരെ ദുഃഖിതനാണ്. അന്ന് ഞാൻ ഇച്ചിരി ചെറുപ്പമല്ലേ, ഞാൻ പറഞ്ഞു, അപ്പച്ചൻ പറയുന്ന അത്രയും ദുഃഖം എനിക്കില്ല. എന്നെ ചോദിച്ചു, അതെന്താ മോനെ? യേശുവിനെ പോലെ ആകണമെന്നല്ലേ ദൈവത്തിൻ്റെ ഇഷ്ടം? ഞാൻ പറഞ്ഞു, അതെ. എന്നിട്ട് മോൻ യേശുവിനെ പോലെ ആയോ? ഇല്ല. പിന്നെ എന്നാ മോന് ദുഃഖമില്ലാത്തത്? ഞാൻ പറഞ്ഞു, അപ്പച്ചാ 10 നിലയുള്ള ഒരു കെട്ടിടം കയറണമെങ്കിൽ ചിലപ്പോൾ 10 മിനിറ്റ് എടുക്കും. 1 മിനിറ്റ് കഴിയുമ്പം ഞാൻ മോളിൽ ചെന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കരയത്തൊന്നുമില്ല. പക്ഷേ ഞാൻ കയറുകയാണോ എന്ന് ഞാൻ എപ്പോഴും നോക്കും. ഇന്നലത്തേക്കാൾ ഇന്ന് ഞാൻ എൻ്റെ പ്രിയൻ നാടിനോട് ഏറ്റവും അടുത്തത് എനിക്ക് എത്ര ആശ്വാസം. ഞാൻ ഇന്നലത്തേക്കാൾ വളർന്നിട്ടുണ്ട് അപ്പച്ചാ. ഇന്നലത്തേക്കാൾ ഒരു സ്റ്റെപ്പ് ഞാൻ മുകളിലോട്ട് വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ താഴോട്ട് പോവുകയല്ല, ഞാൻ വെറുതെ നിൽക്കുകയുമല്ല, ഞാൻ കയറുകയാണ്. അങ്ങനെ കയറി ഒന്നുകിൽ എൻ്റെ മരണത്തിൻ്റെ സമയം, അതല്ലെങ്കിൽ യേശുവിൻ്റെ വരവിൻ്റെ സമയം അതിനോടടുക്കുമ്പോൾ അവൻ്റെ അതേ പ്രതിമയായി ഞാൻ രൂപാന്തരപ്പെടും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ആദ്യം പറഞ്ഞു ഞാൻ പിടിച്ചു എന്ന് നിരൂപിക്കുന്നില്ല, പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നതേ ഉള്ളൂ. പക്ഷേ ഒടുവിൽ പറഞ്ഞ എന്താ? ഞാൻ ഓടുന്നതേ ഉള്ളൂ, എനിക്കങ്ങ് ചെല്ലാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. നിരാശയല്ല, കോൺഫിഡൻസാണ്. ഞാൻ ഓടുകയാണ് എന്ന് ആദ്യം പറഞ്ഞു, അതും കോൺഫിഡൻസാണ്. ഞാൻ ഓടുകയാണ്, ഞാൻ കയറുകയാണ്, ഞാൻ താഴോട്ട് പോകുകയല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവിൻ്റെ രൂപത്തോട് അനുരൂപനാകാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ദിവസം പറഞ്ഞു, എന്തു പറഞ്ഞു? ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. പ്രിയമുള്ളവരെ, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അതെ, ആ തേജസ്സിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുന്നത് ആ തേജസ്സിനെ മുൻകണ്ട് അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടേണ്ടതിന് ഓടുകയാണ്. അവൻ്റെ അതേ പ്രതിമയായി ഓടുന്നത് എങ്ങനെയാണ്? വിശുദ്ധിയിൽ ഞാൻ ഓടണം. നമ്മളെക്കുറിച്ചുള്ള ദൈവോദ്ദേശ്യം, അതായത് കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം, വ്യക്തികളാണെങ്കിലും സഭയാണെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ, വ്യക്തികൾ, കുടുംബങ്ങൾ, സഭ, ലോകം, ഇതാ നമ്മൾ പഠിക്കുന്ന കാര്യം. അതിനകത്ത് വ്യക്തിപരമായി ആണെങ്കിലും ദൈവം നമ്മളെ വിളിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നു. എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? അവൻ്റെ വഴിയിലേ എനിക്ക് നടക്കാൻ പറ്റുള്ളൂ. എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? നമ്മൾ 1 തെസ്സലോനിക്കരുടെ ലേഖനം വായിക്കുമ്പോൾ അവിടെ അതിൻ്റെ 4-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ദൈവവചനത്തിൽ പറയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. കർത്താവ് വരാൻ പോകുകയാണ്. ആ കർത്താവിൻ്റെ വരവിൽ എൻ്റെ ഒരുക്കം എന്താണ്? വിശുദ്ധീകരണം പ്രാപിക്കുക. വേറെ ഒന്നുമല്ല, എൻ്റെ ഒരുക്കം അതാണ്. എൻ്റെ ജീവിതത്തിലെ സകല അശുദ്ധിയെയും മാറ്റി ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ, അതാ എൻ്റെ ഒരുക്കം. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ ആഗ്രഹിക്കുന്നവർ വിശുദ്ധിയിൽ അവനെ കാണാനായിട്ട് ഒരുങ്ങണം. വിശുദ്ധിയിൽ ഒരുങ്ങണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളുടെ വിശുദ്ധീകരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ വിശുദ്ധീകരണമാണ്. അതിനാ ദൈവം എന്നെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്വയമായിട്ട്, നമ്മളെല്ലാവരും പറയുമല്ലോ, ഞാൻ ഇന്നലെയും പറഞ്ഞൊരു കാര്യമുണ്ട്, ചില ഉപദേശക്കാരുണ്ട്, ദുരുപദേശക്കാരുണ്ട്. അവർ പറയുന്നത് ഒരിക്കലും നമുക്കവിടെ ചെല്ലാൻ പറ്റത്തില്ല, ഒരിക്കലും നമുക്ക് വിശുദ്ധരാകാൻ പറ്റത്തില്ല, നമ്മൾക്കൊരിക്കലും. പിന്നെന്ത് ഒരിക്കലും പറ്റാത്ത കാര്യമൊക്കെ നമ്മുടെ തലയെ ദൈവം വെച്ച് കെട്ടുമോ? എൻ്റെ ചോദ്യം അതാ. ഒരിക്കലും നമുക്ക് വിശുദ്ധരാകാൻ പറ്റത്തില്ല. ശരിയാ, നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് ഒരിക്കലും വിശുദ്ധരാകാൻ കഴിയില്ല. കാര്യം നമ്മൾ മനുഷ്യരാണ്. പക്ഷേ ഒരിക്കലും നമുക്ക് വിശുദ്ധി പ്രാപിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നത് സത്യമല്ല. അങ്ങനെ നമ്മുടെ ശക്തിയില്ലായ്മയുടെ സ്ഥലത്തേക്കാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. അതേ അധ്യായത്തിൽ തന്നെ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ തന്നെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്.
ദൈവം നമ്മളെ വിളിച്ചത് വിശുദ്ധിക്ക് വേണ്ടിയാണ്, വിശുദ്ധിക്ക് വേണ്ടിയാണ്. അതാണ് എൻ്റെ ഒരുക്കം എന്ന് പറയുന്നത്. വിശുദ്ധിയിൽ ഞാൻ ഒരുങ്ങണം. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെയല്ല, തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? വിശുദ്ധിയിൽ ജീവിക്കാൻ എനിക്ക് കഴിയില്ല, പക്ഷേ എന്നിലേക്ക് ദൈവം ആ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. ദൈവം എന്തിനാണ് എനിക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയത്? ഞാൻ വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ പരിശുദ്ധാത്മാവിനെ നൽകിയത് എന്തുവാ ശക്തി 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 എന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊക്കെ കൊട്ടിയിട്ട് താഴെ വീഴാനും ഛർദ്ദിക്കാനും ഒന്നുമല്ല. ഇന്നിപ്പം പരിശുദ്ധാത്മാവിനെ തന്നത് ഛർദ്ദിക്കാനാണ് ആൾക്കാരുടെ ചിന്ത. അമേരിക്കയിൽ ഒരു മീറ്റിംഗ് നടന്നിട്ട് വലിയ ആൻറ്റിമാരൊക്കെ പോയി നിൽക്കുക. എന്തിനാണെന്നറിയാമോ? ഛർദ്ദിക്കുമ്പം പാത്രം പിടിച്ചു കൊടുക്കാനായിട്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഛർദ്ദിക്കുമെന്ന് എനിക്കറിയത്തില്ല. വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ പരിശുദ്ധാത്മാവ് വന്നപ്പം ഛർദ്ദിക്കുന്നത്? ഈ വേദപുസ്തകത്തിൽ ഇല്ലാത്തതെല്ലാം കൂടെ പറയുന്നതിൻ്റെ പുറകെ നിങ്ങൾ പോകരുത് പ്ലീസ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എടുത്തടിച്ച് താഴെ വീഴുമെന്നൊന്നും പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ആളുകൾ താഴെ വീഴുമായിരിക്കും, പക്ഷെ വേറൊരു കാര്യമുണ്ട്, അതാണ് പരിശുദ്ധാത്മാവെന്ന് പറയരുത്. പരിശുദ്ധാത്മാവ് വന്നാൽ നീയും താഴെ വീഴണം. അതിന് വീഴാൻ വേണ്ടി നോക്കിയിരിക്കുക ആൾക്കാർ. വീണില്ലെങ്കിൽ തള്ളി താഴെ ഇടുകയും ചെയ്യും, തള്ളി താഴെ ഇടും. ഇതിൻ്റെ ഒന്നും പുറകെ ദയവ് ചെയ്ത് നിങ്ങൾ പോകരുത്. ഹല്ലേലൂയ. എന്തിനാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് ഇവിടെ പറയുന്നത്? വിശുദ്ധി പ്രാപിക്കാനാ, ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ. ആഫ്രിക്കൻ പഠിപ്പിക്കാൻ പറയും, the church has two foundations, basically foundations. The first foundation is the Holy Scripture. നമുക്ക് രണ്ട് അടിസ്ഥാനങ്ങളാണുള്ളത്. ഒന്ന്, അതാണ് പ്രധാനപ്പെട്ട അടിസ്ഥാനം, ദൈവത്തിൻ്റെ പരിശുദ്ധ തിരുവചനം, the Holy Scripture. ഇതാണ് അടിസ്ഥാനം. അല്ലാതെ അനുഭവങ്ങളല്ല അടിസ്ഥാനം. ബാംഗ്ലൂർ കുറേ എണ്ണം ഇറങ്ങിയായിരുന്നു, ഉണർവ് ഇങ്ങോട്ട് വന്നിരിക്കുക, ബാംഗ്ലൂരിൽ നിന്ന് ഇനി ലോകത്തിലെല്ലായിടത്തോട്ടും പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അമ്മാർ പറഞ്ഞതെന്നറിയാമോ? വേദപുസ്തകത്തിനകത്ത് എത്ര അധ്യായമുണ്ട്? അപ്പോസ്തലപ്രവൃത്തി 28 അധ്യായമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടൊന്നും നടന്നില്ലയോ? ഇപ്പം ഞങ്ങളിലൂടെ ദൈവം ഇടപെടുക, ഞങ്ങൾ പറയുന്നതാ ദൈവവചനമെന്ന്. അങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ പുറകെ നടക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇല്ല, നിങ്ങൾ പറയുന്നതല്ല അടിസ്ഥാനം. അടിസ്ഥാനം ഒന്നേ ഉള്ളൂ. എൻ്റെ കയ്യിലിരിക്കുന്ന, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ തിരുവചനമാണ് ദൈവസഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആൻഡ് ദ ഹോളി സ്ക്രിപ്ചർ ടെൽസ് യു വാട്ട് ഈസ് ഹോളി ലൈഫ്. ഹോളി സ്ക്രിപ്ചറിൻ്റെ, പരിശുദ്ധ തിരുവചനത്തിൻ്റെ പ്രത്യേകത അത് വിശുദ്ധ ജീവിതം എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. പക്ഷെ നമുക്ക് സ്വയമായിട്ട് ആ ജീവിതം ജീവിക്കാൻ ഒരു പക്ഷേ ശക്തിയില്ലെങ്കിൽ, ദ ഹോളി സ്പിരിറ്റ് ഹെൽപ്സ് യു ടു ലിവ് ദാറ്റ് ഹോളി ലൈഫ്. രണ്ടാമത്തെ അടിസ്ഥാനം, ഒന്നാമത്തേത് പരിശുദ്ധ തിരുവചനം, രണ്ട് പരിശുദ്ധ ആത്മാവ്. ആ പരിശുദ്ധ ആത്മാവ് ആ വിശുദ്ധ ജീവിതം ജീവിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് തരുന്നു. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിന് തന്നെ. ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുക എന്നുള്ള അതിനു വേണ്ടിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവം എന്നെ വിളിച്ചത് വിശുദ്ധീകരണത്തിന് വേണ്ടിയാണെങ്കിൽ ആർക്കും പറ്റത്തില്ല. ആരുണ്ട് അതിലെ പോയവര്? ആർക്കും പറ്റത്തില്ല എന്നൊക്കെ പഠിപ്പിക്കുന്ന ആളുകളോട് ഞാൻ ചോദിച്ചോട്ടെ, ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു? ദൈവം നമ്മളെ വിളിച്ചത് തന്നെ എന്തിനു വേണ്ടിയാണ്? വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. അതിനെ തുച്ഛീകരിക്കുന്നവൻ ദൈവത്തെ അല്ലെങ്കിൽ മനുഷ്യനെ അല്ല, തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. ഇതാർക്കും പറ്റത്തില്ല, ഇങ്ങനൊന്നും ജീവിക്കാനൊന്നും പറ്റത്തില്ല, നീ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, കർത്താവ് മരിച്ചതുകൊണ്ട് നീ അങ്ങ് സ്വർഗത്തിൽ പൊക്കോളും, എനിക്ക് പകരമായിട്ട് യേശു എല്ലാം ചെയ്തിട്ടുണ്ട്. എനിക്ക് പകരമായിട്ട് യേശു മരിച്ചു എന്നുള്ളത് ശരിയാ, ക്രൂശിൽ യേശു എൻ്റെ പകരക്കാരനാണ്, അത് ശരിയാണ്. പക്ഷേ ഇവിടെ ഞാനൊന്നും ചെയ്യണ്ട, എല്ലാം യേശു ചെയ്തിട്ടുണ്ട്. നമ്മളെന്തോ ചെയ്താലും ചെയ്തില്ലെങ്കിലും അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല, നമ്മളെ രക്ഷയെ ബാധിക്കുന്നില്ല എന്നൊക്കെ പഠിപ്പിക്കുന്ന ദുരുപദേശം, അത് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ പറയുകയാണ്, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിക്കല്ല,
വിശുദ്ധീകരണത്തിനാണ്. അതിനെ തുച്ഛീകരിക്കുന്നവൻ, വിശുദ്ധ ജീവിതം ഒന്നും ജീവിക്കണ്ട എന്ന് പറയുന്നവൻ, ജീവിച്ചില്ലേലും കുഴപ്പമില്ലെന്ന് പറയുന്നവൻ തുച്ഛീകരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്ന ദൈവത്തെയാണ് തുച്ഛീകരിക്കുന്നത്. എന്തിനാ ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിയത്? ഞാനൊരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ വേണ്ടിയാണ്. എനിക്ക് കഴിയാത്തതിനെ സാധിക്കാൻ എനിക്ക് കഴിയത്തില്ല. മാനുഷികമായി എനിക്ക് ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ കഴിയില്ല. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാനൊരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ കർത്താവ് എന്നെ ശക്തീകരിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടിരുന്നാൽ മാത്രം മതി. ആത്മാവിനെ വേദോസത്തിലെ വാക്യങ്ങൾ, ഇത് വേദോസത്തിൻ്റെ എല്ലാ വാക്യമൊന്നും വായിക്കത്തില്ല, അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോരുത്തർ വായിക്കും. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ പ്രവൃത്തികൾ നിർവഹിക്കുകയില്ല, ജഡത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുകയില്ല. പക്ഷെ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കണം. കാരണം നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് വിശുദ്ധ ജീവിതം ജീവിക്കാനാണ്. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക. അല്ലാതെ നിങ്ങൾ ജീവിക്കുകയൊന്നും വേണ്ടെന്നേ, യേശു ജീവിച്ചായിരുന്നു, അത് മതി, യേശുവിൻ്റെ ജീവിതമാണ് കർത്താവ് നോക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ജീവിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പഠിപ്പിക്കുന്ന ദുരുപദേശം. അങ്ങനെയല്ല. ഇവിടെ കൃത്യമായിട്ട് പറയുന്നു. എന്താണ്? നാം ആത്മാവിലെയും ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും പോക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. കർത്താവിൻ്റെ വരവ് സമാഗതമാകുമ്പോൾ നമുക്ക് പറയാനുള്ളത് അതിനുവേണ്ടിയുള്ള എൻ്റെ ഒരുക്കം വിശുദ്ധ ജീവിതമാണ്. വിശുദ്ധിയിൽ ജീവിക്കണം, അതാണ് ഒരുക്കം. കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം, വിശുദ്ധിയെ തികച്ചുകൊള്ളുക. 1 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ, ഒത്തിരി വാക്യങ്ങളുണ്ട് അവിടെ. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾ വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി ബി സോബർ ആൻഡ് സെറ്റ് യുവർ ഹോപ്പ് പെർഫെക്റ്റ്ലി ഓൺ ദ ഗ്രേസ് ദാറ്റ് ഈസ് ടു ബി ബ്രോട്ട് ഇൻ ടു യു അറ്റ് ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ വരവിങ്കൽ, പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല, യേശു ജീവിച്ചിട്ടുണ്ട് ഓൾറെഡി, അത് മതി എന്നല്ല ഇവിടെ പറയുന്നത്. ആണോ? വേദപുസ്തകം വായിര്. എന്താ ഇവിടെ പറയുന്നത്? അവിടെ പറയുന്നത് നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അതാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള എൻ്റെ ഒരുക്കം. വിശുദ്ധിയിൽ എന്നെ തന്നെ ഒരുക്കണം. എന്നിട്ട് 17-ാം വാക്യത്തിൽ, മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. അത് കുഴപ്പമില്ല, നീ ഒരിക്കൽ കൈപൊക്കിയതല്ലേ, കർത്താവിനെ സ്വീകരിക്കാൻ കൈപൊക്കിയതല്ലയോ, നീ അങ്ങ് പൊക്കോളും. അതുകൊണ്ട് എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ലെന്ന് പഠിപ്പിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പം ഒത്തിരി പേരുണ്ട്, എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല. കാര്യം പണ്ട് കൈപൊക്കിയതല്ലേ, പണ്ട് ഉപദേശി കൈപൊക്കാൻ പറഞ്ഞപ്പം കൈപൊക്കിയില്ലേ, ചെവി ചൊറിയാനാ പൊക്കിയത്. ഇങ്ങനെ തലയൊന്ന് ചൊറിഞ്ഞതേ ഉള്ളൂ, ആ ബ്രദർ രക്ഷിക്കപ്പെട്ടു, കൈപൊക്കി എന്ന് പറഞ്ഞ് അങ്ങനെ ഒന്ന് കൈപൊക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് ചെന്നോളുമെന്നല്ല ഇവിടെ പറയുന്നത്. അവിടെ പറയുന്നത് എന്താണ്? മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം
ഭയത്തോടെ കഴിപ്പീൻ. കാരണം അശുദ്ധിയിൽ ജീവിച്ച് അങ്ങോട്ട് പോകാമെന്ന് ചിന്തിക്കണ്ട. അശുദ്ധി ജീവിച്ചാലും കുഴപ്പമില്ലെന്ന് പഠിപ്പിക്കുന്നവരോട് ഈ വാക്യം ഒന്ന് വായിച്ചേ. എന്തിനാ പ്രവാസകാലം ഭയത്തോടെ ചെലവഴിക്കുന്നത്? കാരണം ദൈവം നമ്മളെ വിളിച്ചത് വിശുദ്ധിക്ക് വേണ്ടിയാണ്. ആ വിശുദ്ധിയിൽ ഞാൻ ജീവിക്കണം. നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ ചെലവഴിക്കുവീൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം എന്ന് പറയുന്നത് തീർച്ചയായും വിശുദ്ധിയിലുള്ള ജീവിതമാണ്. അതേപോലെ എഫേസ്യ ലേഖനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അത് അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. സ്വർഗത്തിൽ ഇരുത്തുമെന്നല്ല, സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ എവിടെ ഇരിക്കുന്നത്? സ്വർഗത്തിലാണ്. ആകാശത്തിന് മുകളിലുള്ള സ്വർഗത്തിലല്ല. സ്വർഗത്തിൻ്റെ പ്രത്യേകത എന്താ? സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അവിടുത്തെ സ്വർണവും തങ്കവും ഒന്നുമല്ല. സ്വർഗത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത യേശുവിൻ്റെ സാന്നിധ്യമാണ്. ആ യേശുവിൻ്റെ സാന്നിധ്യത്തിലാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. അവൻ്റെ പ്രത്യക്ഷത വരാൻ പോകുകയാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ ആരുടെ കൂടെ തന്നെയാണ്? യേശുവിൻ്റെ കൂടെയാണ്. നമ്മളെ സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിപ്പാതിരിക്കാൻ പ്രവൃത്തിയും കാരണമല്ല. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്, യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തി കൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെട്ടത് കർത്താവ് നമുക്ക് പകരമായിട്ട് മരിച്ചത് കൊണ്ടാണ്. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല ഞാൻ രക്ഷിക്കപ്പെട്ടത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, എൻ്റെ സൽപ്രവൃത്തി കൊണ്ടല്ല ഞാൻ രക്ഷിക്കപ്പെട്ടത്. പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചെയ്യേണ്ടത് സൽപ്രവൃത്തിയാണ്. സൽപ്രവൃത്തികൾ കൊണ്ട് സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവർ. കർത്താവ് എന്നെ വീണ്ടെടുത്തത് ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുമ്പോൾ ഐ നീഡ് ടു ലിവ് എ ലൈഫ് ദാറ്റ് ഈസ് വർത്തി ഫോർ ഗാഡ്സ് കോൾ. ദൈവത്തിൻ്റെ വിളിക്കനുസരിച്ച് സൽപ്രവൃത്തികൾ കൊണ്ട്, അല്ലാതെ ഒരു പ്രവൃത്തിയും വേണ്ട എന്നല്ല അർത്ഥം. അങ്ങനല്ല. പ്രവൃത്തി ഉണ്ട്. പ്രവർത്തിച്ചല്ല രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെട്ടവൻ പ്രവർത്തിക്കണം. പ്രവർത്തിച്ചതുകൊണ്ട് രക്ഷിക്കപ്പെട്ടെന്നല്ല പറയുന്നത്. പക്ഷേ രക്ഷിക്കപ്പെട്ടവൻ പ്രവർത്തിക്കണം. അതിനുവേണ്ടി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റുന്നതായ കാര്യം. അപ്പോൾ ഞാൻ വിശുദ്ധിയിൽ ഒരുങ്ങണം, സൽപ്രവർത്തികളിൽ ഒരുങ്ങണം. അവൻ്റെ വരവിന് വേണ്ടിയുള്ള പ്രത്യാശയോടെ ഇപ്പോൾ തന്നെ അവൻ്റെ സാന്നിധ്യം അനുഭവിച്ച്, കാര്യം സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. ഞാൻ കർത്താവിനെ അനുഭവിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. എന്നാൽ അവൻ്റെ പ്രത്യക്ഷതയെങ്കിൽ ഞാൻ അവനോടുകൂടെ വാഴേണ്ടതിന് അവൻ എന്നെ ചേർത്ത് കൊള്ളുവാനാണ് വരുന്നത്. പക്ഷേ ഇപ്പോഴേ അവൻ്റെ കൂടെ ഞാൻ ഇവിടെ ജീവിക്കണം. അവൻ്റെ കൂടെ ഇവിടെ ജീവിക്കുന്നവനെ അവനോടുകൂടെ അവിടെ ജീവിക്കേണ്ടതിന് കൊണ്ടുപോകും. അതാ സംഭവിക്കുന്നത്. അവനോടുകൂടെ ഇവിടെ ജീവിക്കണം, വിശുദ്ധിയിൽ ജീവിക്കണം എന്നുള്ളതാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ വ്യക്തിപരമായി ഒരുങ്ങണം. എന്നാൽ ഞാൻ പറഞ്ഞു, വ്യക്തിപരമായി ഒരുങ്ങുന്ന കൂട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ കുടുംബങ്ങളെ ഒരുക്കണം. വ്യക്തിപരമായി ഒരുങ്ങുന്ന കൂട്ടത്തിൽ കുടുംബത്തെ ഒരുക്കണം. എൻ്റെ കുടുംബം കൂടെ അങ്ങ് വരണം. അവൻ്റെ വരവിന് വേണ്ടി എൻ്റെ കുടുംബത്തെ ഒരുക്കണം. എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിനെയും ഒക്കെ ഒരുക്കണം. പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് സിനാരിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾ ആ ദൈവികതയിൽ നിന്ന് അകന്നു പോകുന്നത് ഇന്നത്തെ ഒരു കോമൺ കാര്യമാണ്, അല്ലേ? ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുഞ്ഞുങ്ങൾ അവർക്ക് സഭായോഗത്തിന് വരാൻ പോലും ആഗ്രഹമില്ല. കുവൈറ്റിലും ഗൾഫിലും ഒക്കെ കുറച്ചൊക്കെ വരുന്നുണ്ട്. മറ്റ് കൺട്രീസിലൊന്നും, ഇപ്പം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചെറുപ്പക്കാരെ കാണാൻ പോലും ഇല്ല. ആഫ്രിക്കയിലൊരു പാസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞ്, മിഷണറി, ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം തീരെ കൊച്ചു കുഞ്ഞുങ്ങളെ അമ്മമാരെടുത്തോണ്ട് വരും. അതുകൊണ്ട് അവർ സഭായോഗത്തിന് വരും. പക്ഷേ ഇവൻ ഒരുമാതിരി ഇൻഡിപെൻഡൻ്റ് ആയാൽ ഒരു 12 വയസ്സ് 13 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവനെ സഭായോഗത്തിന് കാണത്തില്ലെന്ന്.
ആഫ്രിക്കയിൽ അതാ ഗതി. അമേരിക്കയിലെ കാര്യം വല്ലതും പറയണോ? കുവൈറ്റ് നിങ്ങളെയൊക്കെ കൂടെ ഈ കുഞ്ഞുങ്ങളുള്ളത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, സന്തോഷിക്കുമ്പോൾ തന്നെ അവരെ തെറ്റിപ്പോകാതിരിക്കാൻ നിങ്ങൾ ഭയങ്കരമായിട്ട് അവരെ ഒരുക്കണം, കുടുംബത്തെ ഒരുക്കണം. നമ്മുടെ കുടുംബം നമ്മുടെ കൂടെ കാണണം. ഞാൻ എടുക്കുന്ന വേദപുസ്തകം എൻ്റെ കുഞ്ഞുങ്ങൾ എടുക്കണം. ഞാൻ വിളിക്കുന്ന കർത്താവിനെ എൻ്റെ കുഞ്ഞുങ്ങൾ വിളിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തോടെ എൻ്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടിയുള്ള വലിയ കരച്ചിൽ ആവശ്യമുണ്ട്. എനിക്ക് കുറേ നാളായിട്ട് എൻ്റെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ മഥിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ കുഞ്ഞുങ്ങളുടെ അധപ്പതനമാണ്. അധപ്പതനം ഞാൻ ഉദ്ദേശിക്കുന്നത്, അവർ ഫിസിക്കലി വളരുന്നുണ്ട്, ഇൻ്റലക്ച്വലി വളരുന്നുണ്ട്, സോഷ്യലി വളരുന്നുണ്ട്, പക്ഷേ ആത്മീകമായി അവർ എത്രത്തോളം വളരുന്നുണ്ട് എന്ന് നമ്മളൊന്ന് നോക്കുക. ഞാനിപ്പോഴും ആലോചിക്കുന്നുണ്ട്. ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് 12 വയസ്സുള്ളപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം ഞങ്ങളുടെ പാസ്റ്റർമാർ 2-3 ചെറുപ്പക്കാരാണ്. എന്നിട്ട് പാസ്റ്റർ TC ഷോ പ്രായമുള്ള ഒരാളുമുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നത് ചെറുപ്പക്കാർ പാസ്റ്റർമാരാണ്. അന്ന് സഭായോഗമല്ല, വേറൊരു മീറ്റിങ്ങാണ്. ആ മീറ്റിങ്ങിന് ഞാൻ ഇവരെ കണ്ടിട്ട് അവരുടെ സന്തോഷമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്കൊക്കെ എന്നാ ഇത്രയും വലിയ സന്തോഷം, എനിക്ക് എന്നാ സന്തോഷമില്ലാത്തത്? ഞാനന്ന് ആദ്യമായിട്ട് ഒരു മീറ്റിങ്ങിന് പോകുന്നത്, ഫസ്റ്റ് ടൈം. പിന്നെ അവർ പറഞ്ഞു, മോനെ, ഞങ്ങൾ മോൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ മോൻ എന്തുമാത്രം പുസ്തകങ്ങളാണ് വായിക്കുന്നത്. ശരിയാണ്, ഞാൻ ചെറിയ പ്രായത്തിൽ ഭയങ്കരമായിട്ട് വായിക്കുമായിരുന്നു. എല്ലാം സെക്യുലർ പുസ്തകങ്ങളാണ്. ആ സീലോടുകൂടെ മോൻ ബൈബിൾ വായിക്കുന്നുണ്ടോ? എന്നാൽ ഞാൻ പറഞ്ഞു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയില്ല, വായിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ആ രീതിയിൽ വായിക്കുന്നില്ല. മോനെ, റീഡ് ദ ബൈബിൾ ആൻഡ് സർട്ടൻലി യു വിൽ നോ വാട്ട് ഈസ് ദ റിയൽ ഹാപ്പിനെസ്. യഥാർത്ഥ സന്തോഷം എന്താണെന്ന് നീ പഠിക്കും, മനസ്സിലാക്കും. നീ ബൈബിൾ വായിക്കാൻ പറഞ്ഞു. പക്ഷെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ വീട്ടുകാരെല്ലാം മർത്തമാക്കാരാണ്. ഞാൻ 24 hours ബൈബിൾ വായിക്കാൻ പറ്റുമെങ്കിൽ, 24 hours വായിക്കുന്നതല്ല, അതുപോലെ എപ്പോൾ കിട്ടിയാലും എപ്പോൾ സമയം കിട്ടിയാലും ബൈബിളും കൊണ്ടായിരിക്കുന്നത്. 12 വയസ്സുള്ള ചെറുക്കൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയിലും ബൈബിൾ വായിക്കാൻ തുടങ്ങി. എന്താ സംഭവിച്ചെന്നറിയാമോ? എൻ്റെ പേരൻസ് ചിന്തിച്ചു എനിക്ക് ഭ്രാന്ത് പിടിച്ചെന്ന്. കാര്യം 12 വയസ്സുള്ള ചെറുക്കൻ ഇങ്ങനെ ഇരുന്ന് വേദോസം വായിക്കുന്ന കണ്ടപ്പോൾ അവർ ചിന്തിച്ചു, ഈ ചെറുക്കൻ എന്തോ പറ്റിയത്. കാര്യം അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവർക്ക് അവർ വലിയ ആത്മീയരൊന്നുമല്ല. എൻ്റെ അപ്പനും അമ്മയും ഒന്നും വലിയ ആത്മീയരൊന്നും അല്ലായിരുന്നു. വലിയ ആത്മീയരല്ല, അവർക്ക് റിലീജിയൻ തന്നെ അത്ര വലിയ വിഷയമൊന്നും അല്ലായിരുന്നു. അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അവർ ചിന്തിച്ചത്, അതുകൊണ്ട് ഞാനെന്താ വേദപുസ്തകം കട്ട് വായിക്കുക എന്ന് നമ്മൾ പറയും, മലയാളത്തിൽ പറയുമ്പോഴത്തേക്ക് കട്ട് വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ റൂമിലിരുന്ന് വേദോസം വായിക്കും. വേദോസം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പം അമ്മ, അന്നത്തെ കാലത്ത് തറവാട് വീടാണ്, അപ്പോൾ അന്നുകൊണ്ട് വീട്ടിലുള്ള എല്ലാവർക്കും ഓരോ ഗ്ലാസ് പാല് കുടിച്ചേ കിടക്കാൻ പറ്റുള്ളൂ, അന്നത്തെ നമ്മുടെ വീട്ടിലെ നിയമം. അപ്പോൾ അതുകൊണ്ട് അമ്മ എൻ്റെ മുറിക്ക് പുറത്ത് കൊണ്ടുവന്നിട്ട് പറയും, എടാ പാല്. അത് കേൾക്കുകയും ഞാൻ വേദോസം എടുത്ത് അടിയിലോട്ട് വെച്ചിട്ട് ഒരു മാസി എടുത്ത് വായിച്ചുകൊണ്ടിരിക്കും. ഇന്ന് പിള്ളേർ തിരിച്ച് ചെയ്യുമെന്ന് ഞാൻ പറയും. ഇന്ന് പിള്ളേർ തിരിച്ച് ചെയ്യും. ഞാൻ വേദോസം കട്ട് വായിച്ചതാണ്. പക്ഷേ 3-4 മാസം കൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് ബൈബിൾ വായിച്ചു. അതാണ് എൻ്റെ ജീവിതത്തിൽ ഇന്നുമുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇന്നും എനിക്ക് വേദപുസ്തകം ഒരു ഭയങ്കര പാഷനാണ്. എനിക്കിതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇന്നും ഞാൻ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ തലമുറയിലെ കുഞ്ഞുങ്ങൾ വേദപുസ്തകം കട്ട് വായിക്കുകയൊന്നും വേണ്ട, തനിയെ ഇരുന്ന് വേദപുസ്തകം വായിക്കുന്നത് പോലും നമ്മൾ കാണുന്നില്ല. കുടുംബ പ്രാർത്ഥനയ്ക്കോ വല്ലതും മോനെ സങ്കീർത്തനം 13 വായിറാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും അവൻ എടുത്തിട്ട് എന്ന് പറഞ്ഞ് ഒന്ന് വായിക്കുന്നതല്ലാതെ തനിയെയൊക്കെ ഇരുന്ന് വായിക്കുന്നുണ്ടോ? രാത്രിയിലൊക്കെ എഴുന്നേറ്റിരുന്ന്, ഞാനൊക്കെ രാത്രി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അന്നേരവും ഞാൻ ബൈബിൾ വായിക്കാൻ നോക്കും. അതെൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തതാണ്. ചെറിയ പ്രായത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ തനിയെ ഇരുന്ന് വേദോസം വായിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഒരു ബൈബിൾ വായിക്കാത്തതുകൊണ്ട് മാത്രമല്ല, എൻ്റെ പൂർണ്ണമായ ആഗ്രഹവും താല്പര്യവും ഞാൻ വിളിച്ച യേശുവിനെ എൻ്റെ കുഞ്ഞുങ്ങൾ വിളിക്കണം. ഞാൻ വായിച്ച വേദപുസ്തകം എൻ്റെ കുഞ്ഞുങ്ങൾ വായിക്കണം. ഞാൻ ജീവിക്കുന്ന ആത്മീയത എൻ്റെ കുഞ്ഞുങ്ങൾ ആ ആത്മീയതയിൽ വളരണം. യോഹന്നാൻ അപ്പസ്തോലൻ
മൂന്നാം അധ്യായം 1 യോഹന്നാൻ 3 യോഹന്നാൻ വായിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നത് ഗായോസിനോട് അപ്പോസ്തലൻ എഴുതുമ്പോൾ പറയുകയാണ്, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നെന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കണം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുക കേട്ടോ, ഒരുക്കണം. പഴയ നിയമത്തിലെ പല ആളുകളുടെ കാര്യങ്ങൾ നമ്മളൊന്ന് വായിച്ചു നോക്കിയേ. ടേക്ക് ദ കേസ് ഓഫ് നോഹയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നോഹയുടെ തലമുറ, നോഹയുടെ മക്കൾ. ഈ അടുത്ത സമയത്ത് ആരാണ്ട് ചോദ്യം ചോദിച്ചപ്പോൾ ഇപ്പം പറഞ്ഞു, നോഹയുടെ മക്കൾ വരെ രക്ഷപ്പെട്ടുള്ളൂ, പിന്നെ എങ്ങനെ അടുത്ത തലമുറ ഉണ്ടായതെന്ന്. നോഹയുടെ 2-3 ആൺപിള്ളേർ മാത്രമല്ല, നോഹയുടെ മക്കളും മരുമക്കളും ഉണ്ട്. നോഹയുടെ ഭാര്യ, നോഹയുടെ 3 മക്കൾ, നോഹയുടെ മരുമക്കൾ, അങ്ങനെയാണ് 8 പേര് ആ പെട്ടകത്തിലുണ്ടായിരുന്നത്. ലോകത്തിൽ ഒറ്റ ഒരുത്തൻ ആ പെട്ടകത്തിൽ കയറിയില്ല. മുഴുവൻ തലമുറയും നാശത്തിലേക്ക് പോയി ഇല്ലേ? അവർ തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോന്നു. ദൈവബോധമില്ലാതെ മുഴുവൻ തലമുറയും നഷ്ടപ്പെട്ടപ്പോഴും നോഹയുടെ മക്കൾ ആത്മികരായി വളർന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. നോഹയുടെ മക്കളും ദൈവത്തിൻ്റെ കൂടെ തന്നെ നടന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ, ഞാൻ ഈ നോഹയുടെ കുഞ്ഞുങ്ങളുടെ കാര്യം എപ്പോഴും ആലോചിക്കും. ഇന്നത്തെ പോലെ അന്ന് സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിൽ ചെല്ലുമ്പം കൂട്ടുകാർ ചോദിക്കും, എടാ നിൻ്റെ അപ്പൻ എന്നാ എടുക്കുക? അപ്പോൾ ഓരോരുത്തർ പറയും, എൻ്റെ അപ്പൻ എഞ്ചിനീയറാ, എൻ്റെ അപ്പൻ ബിസിനസ് ചെയ്യുക, എൻ്റെ അപ്പൻ മേസ്തിരിപ്പണി ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. നോഹയുടെ പിള്ളേരോട് ചോദിച്ചു, നിങ്ങളുടെ അപ്പൻ എന്നാ എടുക്കുകടാ? ഞങ്ങളുടെ അപ്പൻ വലിയൊരു ഷിപ്പ് പണിയുക, ഒരു കപ്പൽ. എവിടെയാടാ? മെഡിറ്ററേനിയൻ സീയുടെ അടുത്ത് വല്ലതും ആണോ? അല്ല, ഒരു വലിയൊരു മലയുടെ മണ്ടയ്ക്ക് ആരെങ്കിലും കപ്പൽ പണിയും കൂടാ? കപ്പൽ പണിയാണെങ്കിൽ കടലിനടുത്തല്ലേ പണിയേണ്ടത്. ഉടനെ ഇവർ പറഞ്ഞു, അത് ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞു കപ്പൽ പണിത് കഴിയുമ്പോൾ കടൽ ഇങ്ങോട്ട് വന്നോളുമെന്ന്. കടൽ ഇങ്ങോട്ട് വരുമെന്നോ? എങ്ങനെയാടാ? അത് ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞു മോളിൽ നിന്ന് വെള്ളം താഴോട്ട് വീഴുമെന്ന്. അന്ന് മഴ അത്ര കോമൺ ഒന്നും ആയിട്ട് ആൾക്കാർക്ക് അറിയില്ല. മോളിൽ നിന്ന് വെള്ളം താഴോട്ട് വീഴും, എന്താ പറയുന്നത്? ഉടനെ നോഹയുടെ മക്കളുടെ കൂട്ടുകാർ പറയുന്ന ഒരു കാര്യമുണ്ട്. നല്ല പിള്ളേരാ, പറഞ്ഞിട്ട് എന്നാ കാര്യം, അപ്പന് ഭ്രാന്ത് പിടിച്ചു പോയി. അപ്പം ഭ്രാന്തൻ്റെ മക്കളെന്നുള്ള നിലയിലാണ് നോഹയുടെ മക്കൾ അറിയപ്പെട്ടത്. പക്ഷേ അവർക്കൊരു കാര്യം അറിയാമായിരുന്നു, എൻ്റെ അപ്പച്ചനോട് ദൈവം സംസാരിക്കും, എൻ്റെ അപ്പച്ചനോട് ദൈവം സംസാരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുമോ, എൻ്റെ മമ്മിയോട് ദൈവം സംസാരിക്കുന്നുണ്ട്, എൻ്റെ പപ്പായോട് ദൈവം സംസാരിക്കുന്നുണ്ട്, എനിക്കറിയാം എൻ്റെ അപ്പൻ, എൻ്റെ ഡാഡി ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവനാണെന്ന് എനിക്കറിയാമെന്ന് പറയാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ആ നോഹയുടെ കൂടെ നിന്നു. ഈ 3 മക്കളും മരുമക്കളും, മക്കൾ മാത്രമല്ല മരുമക്കളും നോഹയുടെ കൂടെ നിന്നു, ദൈവത്തോട് ചേർന്ന് നിന്നു. നോഹ അവൻ്റെ കുടുംബം പണിതു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോഹയുടെ കുടുംബത്തിന് വേണ്ടി ഒരു പെട്ടകം പണിയാനാണ് ദൈവം ആവശ്യപ്പെട്ടത് പോലും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരു പെട്ടകം പണിയാൻ നമുക്ക് കഴിയുമോ? ദൈവശബ്ദം കേൾക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് കർത്താവ് തരുമോ? കർത്താവ് തരും. പക്ഷെ നമ്മുടെ അഭിവാഞ്ച എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കണം. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കണം. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നോഹയുടെ കാര്യം ഒത്തിരി പറയാനുണ്ട്. യോശുവയുടെ കാര്യം, യോശുവയുടെ പുസ്തകം 24 യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ യോശുവയുടെ പുസ്തകം 24 നമ്മൾ വായിക്കുന്നതായ ഒരു കാര്യമുണ്ട്. 24-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? അവിടെ ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ടവനെ പരമാർത്ഥതയോടുകൂടെയും വിശ്വസ്തയോടെയും കൂടെ സേവിപ്പിൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രയീമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവിൻ.
യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ നിങ്ങൾ ആരെ സേവിക്കുമെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവ പറയുന്നത് ഞാൻ എൻ്റെ ദൈവത്തെ സേവിക്കും എന്ന് തന്നെയല്ല, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തെ അതിനുവേണ്ടി ഒരുക്കണം. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ സംസാരിക്കേണ്ടതാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം നിങ്ങളൊന്ന് പോയി വായിച്ചു നോക്കണം. സമയമില്ല, ഞാൻ വായിക്കുന്നില്ല. അവിടെ പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ സംസാരം ഇതായിരിക്കണമെന്നാണ്. നിങ്ങൾ വഴി നടക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും എണീക്കുമ്പോഴും എപ്പോഴും ഈ ആത്മീക കാര്യങ്ങൾ വേണം നമ്മൾ പഠിപ്പിക്കുവാൻ. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. ആത്മീകമായ കാര്യങ്ങൾ മാത്രം നമ്മുടെ വീട്ടിലെ സംസാരം മുഴുവൻ അതായിരിക്കണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. ആവർത്തനം 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. വീട്ടിൽ പറയേണ്ടത് മുഴുവൻ സോക്കർ ക്ലബിനെക്കുറിച്ചും മൊബൈൽ ഫോണിനെക്കുറിച്ചും AI കാര്യവും അതും ഇതൊന്നുമല്ല. അതൊക്കെ പിള്ളേർ അല്ലാതെയും പഠിച്ചോളും. പക്ഷേ നിൻ്റെ ജോലി എന്നാണെന്നറിയാമോ? എപ്പോഴൊക്കെയാണ് അത് വായിച്ച വലിയ തമാശയാണ്. എന്താണെന്നറിയാമോ? ഇന്ന് നീ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും, പിന്നെ അല്ലാതെ വേറെ എപ്പോഴാണ് സമയം? എന്നാലോചിച്ച് നോക്കിക്കേ. വീട്ടിലിരിക്കുമ്പോൾ വഴി നടക്കുമ്പോൾ കിടക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ എല്ലാം ഇത് സംസാരിച്ചുകൊണ്ടിരിക്കണമെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിലെ സംസാരം മുഴുവൻ ആത്മീയതയായിരിക്കണം. നമ്മുടെ വീട്ടിലെ സംസാരം മുഴുവൻ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ളതായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുക്കണം. അവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നീ ഉപദേശിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് വലിയൊരു കാര്യമാണ്. ഉപദേശിച്ചു കൊടുക്കണം. നമ്മൾ ഉപദേശിച്ചു കൊടുക്കണം. വളരെ കൃത്യമായിട്ട് നമ്മൾ ഉപദേശിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും വഴിതെറ്റി പോകത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകത്തില്ല. പ്രിയമുള്ളവരെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പഴയ നിയമത്തിലെ മറ്റൊരു വേദഭാഗത്തിൽ ഇതേപോലെ തന്നെ അപ്പന്മാർ പഠിപ്പിച്ച അതേ വഴിയിൽ നടക്കുന്ന ചില കുഞ്ഞുങ്ങളെക്കുറിച്ച് യിരെമ്യാവിൻ്റെ പ്രവചനത്തിൽ അതിൻ്റെ 35-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്. യിരെമ്യാവിൻ്റെ പ്രവചനം 35-ാമത്തെ അധ്യായത്തിൽ കർത്താവ് യിരെമ്യാവിനോട് പറയുകയാണ് 2-ാമത്തെ വാക്യത്തിൽ, നീ രേഖാബിഗൃഹത്തിൻ്റെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിച്ച് അവരെ യഹോവയുടെ ആലയത്തിൻ്റെ ഒരു മുറിയിൽ കൊണ്ടുചെന്ന് അവർക്ക് വീഞ്ഞ് കുടിപ്പാൻ കൊടുക്കുക. അപ്പോൾ പ്രവാചകനോട് കർത്താവ് പറയുക ആ പിള്ളാരെ വിളിച്ച് അവർക്ക് വീഞ്ഞ് കുടിക്കാൻ കൊടുക്കാൻ. എനിക്ക് തന്നെ വലിയൊരു അത്ഭുതമായിരുന്നു, വീഞ്ഞ് കുടിക്കാൻ കൊടുക്കാൻ. പക്ഷേ ഒരു പ്രത്യേക സത്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഇത് ചെയ്തത്. അതുകൊണ്ട് എന്ത് ചെയ്തു? അവർ 5-ാമത്തെ വാക്യത്തിൽ, ഞാൻ വായിക്കുന്നില്ല, പെട്ടെന്ന് വായിച്ചു പോകുകയാണ്. പിന്നെ ഞാൻ രേഖാഭിഗ്രഹക്കാരുടെ മുമ്പിൽ വീഞ്ഞ് നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെച്ച് അവരോട് വീഞ്ഞ് കുടിപ്പീൻ എന്ന് പറഞ്ഞു. എവിടെയാ? ദേവാലയത്തിനകത്ത് വീഞ്ഞ് വെച്ചിട്ട് ഇത് കുടിച്ചോളാൻ പറയുന്നത് ആരാ? പ്രവാചകൻ. അപ്പോൾ നമ്മളാണെ പറയും, പ്രവാചകൻ പറഞ്ഞതല്ലേ, പിന്നെന്താ വേണം കുടിക്കാൻ? ഇന്നിപ്പോൾ പിള്ളേർക്ക് വീഞ്ഞ് കുടിക്കുന്നതിനൊന്നും പ്രശ്നമില്ലെന്നാ പിള്ളേർ പഠിച്ചു വച്ചിരിക്കുന്നത്. സോഷ്യൽ ഡ്രിങ്കിങ് അല്ലേ സർ? പിള്ളേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. എവ്രിബഡി ഈസ് ഡ്രിങ്കിങ്, ദെൻ വൈ വി ഷുഡ് ബി അവേ ഫ്രം ദാറ്റ്? നമ്മുടെ സൊസൈറ്റിയിലല്ലേ, നമ്മൾ ഈ സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്? അങ്ങനെ ഇന്നത്തെ കുഞ്ഞുങ്ങൾ വീഞ്ഞു കുടിക്കാൻ മടിയില്ലാത്ത കുഞ്ഞുങ്ങളായിട്ട് വന്നിരിക്കുകയാണ്. വീഞ്ഞു കുടിക്കാന്നേ ഉദ്ദേശിക്കുന്നത് സോഷ്യൽ ഡ്രിങ്കിങ്, എല്ലാവരും ചേർന്ന് കുടിച്ച് സന്തോഷിച്ച്. സഭയുടെ, എനിക്ക് പരിചയമുള്ള ഒരു സ്ഥലത്ത് സഭയിലെ പിള്ളേരെല്ലാം കൂടെ പോയി കള്ളു കുടിച്ചേച്ച് അതിൻ്റെ ഫോട്ടോ സഭയുടെ ഫേസ്ബുക്കിനകത്ത് ഇട്ടേക്കുന്നു. ഐ എം നോട്ട് ജോക്കിങ്, സംതിങ് ഹാപ്പൻ. അത് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ, ഞാൻ മെൻറ്റർ ചെയ്യുന്ന ഒരു ഫാമിലി, ഒരു യങ് പിള്ളേരാ. അവൻ ആ ചെറുക്കൻ എന്ത് ചെയ്തെന്നറിയാമോ? ഈ പിള്ളേരെ വിളിച്ച് ഫയർ ചെയ്തു. എന്തുവാടാ നീ കാണിച്ചത്? നീ കുടിക്കുന്നതും പോരാ, അതെടുത്ത് ഫേസ്ബുക്കിനകത്ത് ഇട്ടോളാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ചൂടായി.
അപ്പോൾ സഭയുടെ കമ്മിറ്റി ഇവനെ വിളിച്ചു, അവരെ വിളിച്ചില്ല. ആരെ വിളിച്ചു? ചൂടായ ചെറുക്കനെ വിളിച്ചു. നിനക്ക് വേറെ പണിയൊന്നുമില്ലയോ? പിള്ളേർ എന്തെങ്കിലും കാണിക്കട്ടെ, ഇനി അവന്മാർ സഭായോഗത്തിന് വരുമോ? നീ അല്ലയോ പിള്ളേരെ മുഴുവൻ സഭയിൽ നിന്ന് മാറ്റുന്നത്? അങ്ങനെ ഒരു ലോകത്തിലേക്ക് നമ്മൾ വരിക. ഞാൻ നടന്ന കാര്യമാണ് പറഞ്ഞത് കേട്ടോ, അല്ലാതെ കഥയുണ്ടാക്കിയതൊന്നുമല്ല, നടന്ന കാര്യമാണ് പറഞ്ഞത്. രേഖാബ്യ ഗ്രഹക്കാരുടെ അടുത്ത് വീഞ്ഞ് നിറച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ എന്തെല്ലാം എക്സ്ക്യൂസ് പറയാമായിരുന്നു, ഇല്ലേ? പ്രവാചകൻ തന്നതല്ലേ, എവിടാ? ദേവാലയത്തിനകത്ത്. പക്ഷേ അവർ പറയുന്നത് എന്താണെന്നറിയാമോ? അവർ പറഞ്ഞത് ഞങ്ങൾ വീഞ്ഞു കുടിക്കയില്ല. രേഖാവിൻ്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട്, നിങ്ങൾ ചെന്നു പാർക്കുന്ന ദേശത്ത് ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്, വീട് പണിയരുത്, വിത്ത് വിതയ്ക്കരുത്, മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത്, ഈ വകയൊന്നും നിങ്ങൾക്കുണ്ടാകുകയും അരുത്, നിങ്ങൾ ജീവപര്യന്തം കൂടാരങ്ങളിൽ പാർക്കണം എന്നിങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങളും ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും ഞങ്ങളുടെ ജീവകാലത്തൊരിക്കലും വീഞ്ഞു കുടിക്കുകയോ പാർപ്പാൻ വീട് പണിയുകയോ ചെയ്യാതെ. വീട് പണിയുന്നതിനകത്തെ കുഴപ്പമെന്നുള്ള അർത്ഥത്തിലല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വേറൊരു രീതിയിലാണ്. അതായത് നമ്മുടെ ഈ ലോകം നമ്മുടേതല്ല, ഇവിടെ സമ്പത്തുണ്ടാക്കുന്നതല്ല വലുത് എന്നുള്ള അർത്ഥത്തിലാണത് പറയുന്നത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇവിടെ വീഞ്ഞിൻ്റെ കാര്യം പറയുമ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പിതാവ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വീഞ്ഞു കുടിക്കയില്ല. ഹല്ലേലൂയ. ഇത് കാണിച്ചു കൊടുക്കാനാണ് യിരെമ്യാവിനോട് ഇത് കൊടുക്കാൻ പറഞ്ഞത്. താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം. എടാ, രേഖാവിൻ്റെ മക്കള്, യോനാദാബിൻ്റെ മക്കൾ, കർത്താവ് തന്നെ അവർ ഞങ്ങൾ കൂടാരങ്ങളിൽ പാർത്തു, ഞങ്ങളും പിതാവായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെയൊക്കെയും അനുസരിച്ച് നടന്നു. അപ്പോൾ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, അവിടെ 13-ാമത്തെ വാക്യത്തിൽ, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങൾ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എന്ന് യഹൂദ പുരുഷന്മാരോടും യെരൂശലേം നിവാസികളോടും പറയേണ്ടത്, എൻ്റെ വചനങ്ങളെ അനുസരിക്കേണ്ടതിന് നിങ്ങൾ പ്രബോധനം കൈക്കൊള്ളുന്നില്ലയോ എന്ന് ചോദിച്ചു. രേഖാബിൻ്റെ മകനായ യോനാദാബ് തൻ്റെ പുത്രന്മാരോട് വീഞ്ഞു കുടിക്കരുതെന്ന് കൽപ്പിച്ചത് അവർ നിവർത്തിച്ചിരിക്കുന്നു. അവർ പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ച് ഇന്നുവരെ കുടിക്കാതെ ഇരിക്കുന്നു. എന്നാൽ ഞാൻ ഇടവിടാതെ നിങ്ങളോട് സംസാരിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിച്ചില്ല. കർത്താവിനറിയായിരുന്നു യോനാദാബിൻ്റെ പിള്ളേർ കുടിക്കത്തില്ലെന്ന്. അതുകൊണ്ട് നീ വീഞ്ഞ് കൊടുത്തു നോക്കാനായി പറയുന്നത്. കൊടുത്തു നോക്കി, കുടിച്ചോ? ഇല്ല. കാരണം അവർക്ക് വീട്ടിലൊരു ഭയങ്കര ബേസ് കിട്ടി. ഭവനത്തിൽ കിട്ടിയ ബേസാ അത്. സഭയിൽ നിന്ന് കിട്ടിയത് പോലുമല്ല. സഭയിൽ നിന്ന് കിട്ടണം, അത് വേറെ കാര്യം. വീട്ടിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുടുംബങ്ങളെ പണിയണം. യേശുവിൻ്റെ വരവിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കണം. ഹല്ലേലൂയ. നമ്മൾ ഒരുങ്ങണം, വിശുദ്ധിയിൽ നമ്മൾ ഒരുങ്ങണം, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കണം. നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവ് വരുമ്പോൾ നമ്മൾ മാത്രം പോയാൽ മതിയോ പ്രിയമുള്ളവരെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊരു സങ്കടമായിരിക്കും. എന്നെക്കൊണ്ട് പ്രയാസം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ 3 പിള്ളേർ അവിടെ ഇല്ലെങ്കിൽ എനിക്ക് എന്തൊരു സങ്കടമാണ്. എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കുമെന്നല്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ 3 മക്കളും അവരുടെ ഭർത്താക്കന്മാരും അവരുടെ കുഞ്ഞുങ്ങളും എല്ലാവരും സ്വർഗത്തിൽ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ കർത്താവിൻ്റെ വരവിങ്കൽ എൻ്റെ വീട്ടിലെ ഒരു തരി പോലും നഷ്ടപ്പെടരുതെന്നുള്ളതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം മുഴുവൻ. നമ്മളെല്ലാവരും അതിനൊരു തീരുമാനമെടുക്കണം. കർത്താവിൻ്റെ വരവിങ്കൽ ഞാൻ വിശുദ്ധിയെ തികച്ച് ഒരുങ്ങി നിൽക്കും. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അതിനുവേണ്ടി ഒരുക്കും. അവൻ്റെ വരവിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ഒരുക്കും എന്ന് നമ്മൾ കൃത്യമായിട്ട് തീരുമാനമെടുക്കേണ്ട കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുക പ്രിയമുള്ളവരെ. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നത് വിശുദ്ധിയിലാണ്. വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ നമ്മുടെ കുടുംബത്തെ ഒരുക്കണം. എൻ്റെ മക്കളെ ഒരുക്കണം. എൻ്റെ കൊച്ചുമക്കളെ ഒരുക്കണം. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം, നിങ്ങൾ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. ആത്മീക കാര്യങ്ങൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. തയ്യാറാണോ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. ഇന്നൊരു തീരുമാനമെടുക്കുക. എൻ്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ വിശുദ്ധിയിൽ ജീവിക്കുവാൻ പഠിപ്പിക്കും.
അതിനുവേണ്ടി ഞാൻ അവരെ ഒരുക്കും എന്നൊരു തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവ് എത്രയും സമാഗതമായിരിക്കുന്ന ഈ കാലയളവിൽ നമ്മൾ ഒരുങ്ങുക, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരുക്കുക. നമ്മൾ നാളെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് സഭയെ ഒരുക്കണം. എന്നെ ഒരുക്കണം, എൻ്റെ കുടുംബത്തെ ഒരുക്കണം, എൻ്റെ സഭയെ ഒരുക്കണം. സഭയെ ഒരുക്കണം. സഭ ഒരു അത്യന്താപേക്ഷിത ഘടകമാണ് കേട്ടോ. സഭയെ ഒരുക്കണമെന്ന് പറയുമ്പോൾ ഇന്ന് പലർക്കും സഭ പോലും വേണ്ട. ഇന്ന് പലരുടെയും ചിന്ത എന്നാണെന്നറിയാമോ? ഹിന്ദു അല്ലെങ്കിൽ അവരുടെ ഇതനുസരിച്ച് ഒരുവൻ്റെ ആത്മീയത ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റിയാണ്. ഒരുതിന് ആത്മീയം ഉണ്ടെങ്കിൽ അവൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവൻ്റെ ഭക്ഷണത്തിനകത്ത് ക്രമീകരണം വരുത്തും, നൊയമ്പ് നോക്കും, മറ്റേ നോക്കും, മറിച്ച് നോക്കും. അങ്ങനെ അവൻ തന്നെ ഒരുങ്ങും, താടി വളർത്തും, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഒടുവിൽ അവന് കാവ്യമുണ്ട് ഉടുക്കും. ഏറ്റവും ഒടുവിൽ വീട്ടുകാരുമായിട്ടുള്ള ബന്ധമൊക്കെ ഉപേക്ഷിക്കും. അതും കഴിഞ്ഞിട്ട് ഒടുവിൽ വാനപ്രസ്ഥം, വനത്തിൽ പോയി തപസ്സിരിക്കും. ഇതാണ് അവൻ്റെ ആത്മീയത, വ്യക്തിഗത ആത്മീയത. എന്നാൽ ക്രിസ്ത്യാനിത്വം വ്യക്തിഗത ആത്മീയതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മളെ ദൈവം വിളിച്ചെങ്കിൽ ദൈവം വിളിച്ചത് ഇൻഡിവിജ്വലായിട്ടാണ്, വ്യക്തികളായിട്ടാണ് നമ്മളെ എല്ലാവരെയും വിളിച്ചത്. പക്ഷേ വിളിച്ചാക്കിയിരിക്കുന്നത് ഒരു സഭയിലേക്കാണ്. സഭ വേണ്ടാന്ന് ചിന്തിക്കുന്നവർ, ഞാൻ ഓൺലൈനിൽ കൂടുന്നുണ്ട് ബ്രദറെ ആരാധന, ഓൺലൈനിൽ. ഞാൻ സഭയിലൊന്നും പോകുന്നില്ല, ഞാൻ ഓൺലൈനിൽ കൂടുന്നുണ്ട്. ഓൺലൈനിൽ കൂടി പ്രസംഗമൊക്കെ കേട്ടു, പക്ഷെ സഭ വേണം. സഭ, നിനക്കൊരു സഭ വേണം. ആ സഭയിലെ ജനങ്ങൾ നിന്റെ ജനങ്ങളായിരിക്കണം. നിനക്ക് അവരുമായിട്ടുള്ള ഇടപെടലുണ്ടായിരിക്കണം, ബന്ധങ്ങളുണ്ടായിരിക്കണം. കാരണം ദൈവത്തിൻ്റെ മുഴുവൻ പദ്ധതിയും അവൻ്റെ സഭയുമായി ബന്ധപ്പെടുത്തിയാണ് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തിനാ ദൈവം തിരുവത്താഴം വച്ചിരിക്കുന്നത്? പലരായ നിങ്ങൾ ഒരു ശരീരമാകുന്നു. അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പഠിക്കണം. പക്ഷേ ഞാൻ പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ, ഞാനും എൻ്റെ ദൈവവും എന്നുള്ള ചിന്തയല്ല, ഞാനും എൻ്റെ ദൈവവും എൻ്റെ സഹോദരങ്ങളും. യോഹന്നാൻ പറയുന്നത്, ഞങ്ങൾക്ക് നിങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ഞങ്ങളിത് നിങ്ങൾക്ക് എഴുതുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ കർത്താവിനോടും പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുവിനോടുമാണ്. ഞങ്ങൾക്ക് നിങ്ങളുമായി കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്. പ്രിയമുള്ളവരെ, കൂട്ടായ്മ വിട്ടൊരു പരിപാടിയില്ല. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആളുകൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, നിങ്ങൾ പോയി ദൈവത്തെ വിളിച്ച് ദൈവവുമായിട്ടുള്ളൊരു നല്ല ബന്ധത്തിൽ ജീവിച്ചോ. അങ്ങനല്ല പറയുന്നത്. അവരെന്ത് ചെയ്തു? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും അവർ അപ്പം നുറുക്കിയും കൂട്ടായ്മ ആചരിച്ചും പ്രാർത്ഥന കഴിച്ചും പോന്നു. ദൈവം നമ്മളെ വിളിക്കുന്നത് സഭയിലേക്കാ. പ്രിയമുള്ളവരെ, സഭ വേണ്ടാന്നൊക്കെ പറയുന്നവരുണ്ട്. തിരുവത്താഴം വീട്ടിൽ ഇരുന്നാൽ മതി, വേണമെങ്കിൽ ഓൺലൈനിൽ. അങ്ങനെ ഇടയ്ക്ക് കുറച്ചാളുണ്ടായിരുന്നു പറഞ്ഞു, ഓൺലൈനിൽ തിരുവത്താഴം കിട്ടുമെന്ന്. ഇപ്പം എല്ലാം ഓൺലൈനിലാണല്ലോ. തിരുവത്താഴം ഓൺലൈനിൽ. ഒരു കഷ്ണം അപ്പവും വീഞ്ഞും കൂടെ കുടിച്ചല്ല തിരുവത്താഴം എന്ന് പറയുന്നത്. തിരുവത്താഴം എപ്പോഴും സഭയിലാണ് വേണ്ടത്. സഭയിൽ, ഇൻ ദ ചർച്ച്. എനിക്ക് ചർച്ച് വേണം, എനിക്ക് കൂട്ടായ്മ വേണം. എൻ്റെ ദൈവവുമായിട്ട് എനിക്ക് കൂട്ടായ്മയുണ്ട്, എൻ്റെ സഭയുമായിട്ട് എനിക്ക് കൂട്ടായ്മയുണ്ട്. ദൈവത്തോടുള്ള കൂട്ടായ്മയും ജനങ്ങളോടുള്ള കൂട്ടായ്മയും ഒരുമിച്ച് ചേരുമ്പോഴാണ് നമ്മുടെ ആത്മീയതയാകുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞാൻ ഒരുങ്ങണം, വിശുദ്ധിയിൽ എന്നെ തന്നെ ഒരുക്കണം, എൻ്റെ കുടുംബത്തെ ഞാൻ ഒരുക്കണം, സഭയിൽ ഞാൻ ആ ഒരുക്കത്തിൻ്റെ ഭാഗമായി നിൽക്കണം, സഭയെ ഒരുക്കണം. സഭയെ എങ്ങനെയാണ് ഒരുക്കുന്നത് എന്നുള്ളത് നമ്മൾ നാളെ പഠിക്കും.